ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആകാശത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നാണ്. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദിമകാലത്ത് ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും മനുഷ്യരോട് സംസാരിച്ചിരുന്നു. മോശയോട് ദൈവം ഒരു സ്നേഹിതനോടെന്ന പോലെ അഭിമുഖമായി സംസാരിച്ചിരുന്നതായി പുറപ്പാട് 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ പ്രവാചകരിലൂടെയും ദൂതരിലൂടെയും ദൈവം മനുഷ്യരോട് സംസാരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. പിതാവായ ദൈവം മനുഷ്യരോടുകൂടി വസിക്കുവാൻ ആഗ്രഹിച്ച് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിന്റെ മോചനത്തിനായി പുത്രനായ യേശു യാഗമായി തീർന്നു. പുനരുത്ഥാനത്തിന് ശേഷം 50-ാം ദിവസം യേശു വാഗ്ദത്തം ചെയ്തിരുന്നതുപോലെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ പകർന്നു നൽകിയതായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നപ്പോൾ ധൈര്യമുള്ളവരായി മാറുകയും അവർ ശക്തിയോടെ ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് പല രൂപത്തിൽ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. ശേഷം ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായി മോശയെ വിളിച്ചപ്പോൾ മോശയ്ക്ക് എരിയുന്ന മുൾപ്പടർപ്പിൽ തീയായി പ്രത്യക്ഷപ്പെട്ടതായി പുറപ്പാട് 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായി മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനായി മാളികമുറിയിൽ കാത്തിരുന്നപ്പോൾ കൊടിയ കാറ്റായും അഗ്നിനാവായും അവർക്ക് പ്രത്യക്ഷമായതായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇന്നും ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ഈ അന്ത്യകാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് കൂടിയേ തീരും. ഈ ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മെ ജോലിയിലായാലും പഠനത്തിലായാലും ഏത് മേഖലയിലായാലും നമ്മെ സഹായിക്കുന്നു. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം പരിശുദ്ധാത്മാവായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമെന്ന സത്യം മനുഷ്യ ചിന്തകൾക്കും ബുദ്ധിക്കും അതീതമാണ്. നമ്മെ എല്ലാവരെയും ഭൂമിയിൽ ജനിപ്പിച്ചതിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മിൽ എല്ലാവരിലും വസിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലെത്താൻ സഹായിക്കുമാറാകട്ടെ. ആമേൻ.